ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് വാഗമണിലാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഇന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് തെങ്കാശിയിലേക്കായിരുന്നു യാത്ര. നല്ല മഴയൊക്കെ ഉള്ളപ്പോഴും വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഇന്നും ഇവിടെ വന്നപ്പോഴും വലിയ മഴയില്ല, പക്ഷെ നല്ല കോടമഞ്ഞുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ബൈക്കിലായിട്ട് അമ്മയും അൻപിയൊക്കെ അതേ പോകുന്ന കണ്ടില്ലേ. അവർ മഞ്ഞത്തൊക്കെ അടിച്ചു പൊളിക്കുവാണ്. അപ്പോൾ ഈ വാഗമണിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ട്രിപ്പ് വളരെ പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. കുട്ടിക്കാലമായപ്പോൾ തന്നെ സമയം 12 മണിയായി. ഏലപ്പാറയിലെ വ്യൂ പോയിന്റിൽ കുറച്ചേരം നിന്ന് കേട്ടോ. ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള റോഡിൽ കൂടി വേണം നമുക്ക് വാഗമണിലേക്ക് പോകുവാൻ. ഏലപ്പാറ ടൗണിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. റോഡ് പെട്ടെന്ന് കാണത്തില്ല, ആദ്യമായിട്ട് വരുന്നവരൊന്ന് ശ്രദ്ധിച്ചേക്കണേ. മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് കരുതിയിരുന്നതാണ്. അന്നേരം മരുണയാണ് നമുക്ക് വാഗമൺ വരെ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞത്. അമ്മ കൂടി ഓക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഉറങ്ങിക്കിടന്ന് അൻപിയെയും ഉണർത്തി പെട്ടെന്ന് ഇങ്ങ് പോന്നു. അതെന്തായാലും നന്നായി എന്ന് ഇപ്പോൾ ഇവിടെ വരുന്നത് തോന്നുന്നുണ്ട്. പ്രകൃതി അപ്പാടെ മാറി, ചുറ്റും കോടമഞ്ഞ് മൂടി വാഗമൺ ഞങ്ങളെ സ്വീകരിച്ചു. ഇനി നമുക്ക് കുറച്ചു നേരം തേയിലത്തോട്ടത്തിൽ കയറി നിന്ന് ഫോട്ടോ പിടിക്കാം. ഇപ്പോഴ് സമയം ഉച്ചയ്ക്ക് 2 മണിയാണ് കേട്ടോ. കണ്ടാ പറയുമോ, വെളുത്ത മഞ്ഞ പുകകൾ മാത്രമാണ് എങ്ങും. നല്ല തണുപ്പുണ്ട് കേട്ടോ. പൈൻ വാലിയുടെ അടുത്ത് വന്നപ്പോഴത്തേനും നല്ല തിരക്കുണ്ട്. അൻവിയം കൊണ്ട് ഇവിടെ ഇറങ്ങുന്നത് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് സ്കിപ്പ് അടിച്ചിട്ട് ഇതിനടുത്തുള്ള തങ്ങളുപാറ വ്യൂ പോയിന്റ് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി യാത്ര തുടരുകയാണ്. തങ്ങളുപാറ റൂട്ടിലൂടെ 1/2 കിലോമീറ്റർ പോലും വണ്ടി ഓടിയില്ല. കോട കാരണം റോഡ് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് മഞ്ഞിൽ അങ്ങ് അലിയാമെന്ന് കരുതി. മഞ്ഞും തണുപ്പും എല്ലാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ അൻവിയാണ് കേട്ടോ. എന്നെങ്കിൽ നേരെ നമുക്ക് മൊട്ടക്കുന്നിലേക്ക് പോകാം അല്ലേ. വാഗമണിലെ മറ്റൊരു അടിപൊളി സ്പോട്ടാണ് ഈ മൊട്ടക്കുന്നുകൾ. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായില്ലേ, വാഗമണിലേക്കൊക്കെ വരാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈം കൂടിയാണ് ഇപ്പോഴും. മഴ തകർത്തു പെയ്താലും പ്രശ്നമാണെന്നേ. പിന്നെ നമ്മുടെ ഈ വെക്കേഷൻ തീരാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. ഇവിടെ കുറേ കുന്നുകളുണ്ട്. ഒരുപാട് അങ്ങ് ദൂരെ പോകാതെ നമ്മുടെ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നിടത്ത് പാർക്കൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉള്ള ഒരു കുന്നിൻ മുകളിൽ കയറി തിരിച്ചു വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇവിടെ ഈ മൊട്ടക്കുന്നിൽ കയറി നിൽക്കുമ്പോഴുള്ള തണുത്ത കാറ്റും മഞ്ഞു മൂടിയ അന്തരീക്ഷവുമെല്ലാം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. മൺസൂൺ തുടങ്ങിയാൽ പിന്നെ യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് റെസ്റ്റ് ഇല്ല അല്ലേ. മൺസൂൺ സീസണിലെ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര കൂടിയാണിത്.
തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ മറ്റൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്, നമുക്ക് ഇവിടെ കൂടി ഒന്ന് ഇറങ്ങിയിട്ട് പോകാം. ഇവിടെ നേരത്തെ ധാരാളം ചായക്കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗ്യാസ് സിലിണ്ടറിന്റെ ക്ഷാമമാണെന്ന് തോന്നുന്നു. നല്ലൊരു ചായ കുടിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് കരുതിയതാണ്. പക്ഷെങ്കിൽ ഇവിടെ ഇപ്പോൾ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ, അതെന്തായാലും വേണ്ട. അപ്പോഴേ ഈ ഒരു ചുരമില്ലേ, ഇത് ഇറങ്ങിയിട്ട് വേണം ചെങ്ങന്നൂരിലേക്ക് ഞങ്ങൾക്ക് എത്താൻ. ഈ വാഗമണിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല അല്ലേ? മൺസൂൺ സീസണിലെ കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.